ഹായ് എല്ലാവർക്കും നിംഷാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇത് നമുക്ക് ചപ്പാത്തിയുടെയൊക്കെ കൂടെ കഴിക്കാവുന്ന നല്ലൊരു കോളിഫ്ലവർ കുറുമ എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കടായിലേക്ക് ഞാനൊരു 2 ടേബിൾ സ്പൂൺ അളവിൽ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണ ഒന്ന് ചൂടായിട്ട് വരുന്ന സമയത്ത് 1 ടീസ്പൂൺ പെരിഞ്ജീരകം ചേർത്തിട്ട് നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ. അതിനുശേഷം ഇതിലേക്ക് ബാക്കിയുള്ള ഹോൾ സ്പൈസസും കൂടെ ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ 2 ബേ ലീഫ് എടുത്തിട്ടുണ്ട്, 3 ഏലക്കായ, 4 ഗ്രാമ്പു, ഒരു 1.5 ഇഞ്ച് നീളത്തിലുള്ള ഒരു കഷ്ണം കറുകാപ്പട്ടയും കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ ആ ഒരു എണ്ണയിലേക്ക് ഹോൾ സ്പൈസസിൻ്റെ ആ ഒരു ഫ്ലേവേഴ്സൊക്കെ നന്നായിട്ട് തന്നെ വരും. അതിനുശേഷം ഇതിലേക്ക് ഒരു 2 സവോള നീളത്തിൽ ഇതുപോലെ ഒന്ന് കനം കുറച്ച് മുറിച്ചതും കൂടെ ചേർത്തിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. സവോള ഒന്ന് അത്യാവശ്യം ഒന്ന് വഴന്ന് വരണം. വളരെ പെട്ടെന്ന് നമുക്കിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെയൊക്കെ അപ്പത്തിൻ്റെ കൂടെ ഇടിയപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു കറി തന്നെയാണ് കേട്ടോ. ഇപ്പോൾ ചൈനീസ് റെസിപ്പീസൊക്കെ ഇഷ്ടപ്പെടാത്തവർക്ക് ആണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ട്രൈ ചെയ്യാവുന്നതുള്ളൂ. ഇനി ഞാൻ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനൊരു മീഡിയം സൈസിലുള്ള ഒരു കഷ്ണം ഇഞ്ചിയും ഒരു 8 അല്ലി വെളുത്തുള്ളിയും കൂടെ ചതച്ചെടുത്തതാണ് കേട്ടോ. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. സവോള അത്യാവശ്യം നല്ല പോലെ തന്നെ വഴന്ന് വരണം, അപ്പോഴായിരിക്കും ഈ ഒരു കറി നല്ല ടേസ്റ്റി ആയിട്ട് വരിക. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 ടീസ്പൂൺ മുളക് പൊടിയും അതുപോലെ 3 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടിയാണ് ചേർക്കുന്നത്. അതായത് 1 ടേബിൾ സ്പൂൺ അളവിൽ മല്ലിപ്പൊടി ഇട്ടാം. ഇതെല്ലാം കൂടെ ചേർത്ത് നമുക്ക് കുറഞ്ഞ തീയിൽ തന്നെ വെച്ചിട്ട് ഒന്ന് പച്ചമണം മാറുന്നത് വരെ തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ, ഈ ഒരു രീതിയിൽ. ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കേണ്ടത് തക്കാളിയാണ്. അപ്പോൾ ഞാൻ 2 മീഡിയം സൈസിലുള്ള നല്ല പഴുത്ത തക്കാളിയാണ് ഇതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്. ഇത് മുറിച്ചതും കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് ഉടഞ്ഞ് വരണം, അപ്പോഴത്തേനായിരിക്കും നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ മാറുക കേട്ടോ. ആ ഒരു മസാല വഴറ്റിയെടുക്കുമ്പോൾ നന്നായിട്ട് വഴറ്റിയെടുക്കുമ്പോൾ തന്നെയല്ലേ ഏത് കറിയാണെങ്കിലും നല്ല അടിപൊളിയായിട്ട് തന്നെ വരിക. ഇനി ഇത് അടച്ച് വെച്ചിട്ട് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ആ ഒരു സമയം കൊണ്ട് ഒരു ചെറിയ മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/2 കപ്പ് അളവിൽ നാളികേരം ചെരുകിയതും 1 ടീസ്പൂൺ പെരിഞ്ജീരകവും പിന്നെ കശകശ എന്നൊക്കെ പറയുന്ന പോപ്പി സീഡ്സ് ഇല്ലേ, അതൊരു 1.5 ടീസ്പൂണാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. പിന്നെ ഒരു 12ഓളം കാഷ്യൂനട്ട് ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ഇനി ഒരു 1 ഇഞ്ച് നീളത്തിലുള്ള ഒരു കഷ്ണം കറുകാപ്പട്ടയും കൂടെ ചേർത്തിട്ട് നമുക്കിതൊന്ന് ഒരു 1/2 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നല്ല പേസ്റ്റായിട്ട് തന്നെ അരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു ഗ്രേവിക്ക് തിക്നെസ്സിനൊക്കെ വേണ്ടിയിട്ടാണ് ഈ പോപ്പി സീഡ്സൊക്കെ ചേർക്കുന്നത്. പോപ്പി സീഡ്സ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഒഴിവാക്കാൻ കുഴപ്പമില്ല, പക്ഷേ പെരിഞ്ജീരകമൊന്നും ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. അതൊക്കെ തന്നെയാണ് ഇതിനൊരു ആ ഒരു ഫ്ലേവർ കാര്യങ്ങളൊക്കെ കൊടുക്കുക. കണ്ടോ, ഇതുപോലെ നല്ല തിക്കായിട്ടുള്ളൊരു പേസ്റ്റായിട്ട് മാറിയിട്ടുണ്ട്. നമുക്കിത് മാറ്റി വയ്ക്കാം. നമ്മുടെ ഈ ഒരു മസാല റെഡി ആയിട്ട് വന്നിട്ടുണ്ടോ എന്ന് നോക്കാം കേട്ടോ. കണ്ടോ, ഞാൻ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തിരുന്നു. തക്കാളിയൊക്കെ നന്നായിട്ട് ഒന്ന് വഴന്ന് ഈ ഒരു മസാല റെഡി ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇത് മതി. എന്തെങ്കിലും കഷ്ണങ്ങളൊക്കെ പോലെയൊക്കെ എടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സമയത്ത് ഇതുപോലെ ഒന്ന് ഉടച്ച് കൊടുക്കാവുന്നതുള്ളൂ കേട്ടോ. ഇനി നമുക്കിതിലേക്ക് കോളിഫ്ലവർ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതിന് വേണ്ടിയിട്ടൊരു മീഡിയം സൈസിലുള്ള കോളിഫ്ലവർ എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഇതളുകളായിട്ട് അടർത്തിയെടുത്തതാണ് ചേർക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് ഞാനൊരു 1/2 മണിക്കൂർ സമയം ചൂടുവെള്ളത്തിൽ ഉപ്പും കൂടെ ചേർത്തിട്ടൊന്ന് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കോളിഫ്ലവർ ആകുമ്പോൾ അതിലെന്തെങ്കിലും പുഴുവോ അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം കഴുകിയതിന് ശേഷം ഡ്രെയിൻ ചെയ്തെടുത്തതാണ്. ഇനി ഇതിലേക്ക് നമുക്ക് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ആ ഒരു മസാലയായിട്ട് കോളിഫ്ലവർ ഒന്ന് യോജിച്ച് തന്നെ വന്നോട്ടെ. ഈ ഒരു രീതിയിൽ നന്നായിട്ടൊന്ന് റെഡി ആയിട്ട് വന്നോട്ടെ കേട്ടോ. അപ്പോൾ കോളിഫ്ലവർ നന്നായിട്ട് തന്നെ സോഫ്റ്റായിട്ട് വരണം, അപ്പോഴായിരിക്കും ഈ ഒരു കോളിഫ്ലവർ കുറുമ നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ മാറുക കേട്ടോ. ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു സമയത്ത് വെള്ളമൊന്നും ഒഴിക്കുന്നില്ല. ഒരു 5-6 മിനിറ്റ് ഞാൻ ഇതുപോലെ ഒന്ന് ആ ഒരു കോളിഫ്ലവറിൽ മസാലയൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് അടച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം തുറന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ച ആ ഒരു നാളികേരത്തിൻ്റെ പേസ്റ്റ് ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതിപ്പോൾ നല്ല തിക്കായിട്ടാണ് ഇരിക്കുന്നത്. നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. ഈ ഒരു നാളികേരത്തിൻ്റെ പേസ്റ്റ് തന്നെയാണ് ഇതിന് ആ ഒരു ഫ്ലേവേഴ്സ് കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് കൊടുക്കുക കേട്ടോ. ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഈ ഒരു സമയത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാം. എപ്പോഴും കുറച്ച് അധികം വെള്ളം ഒഴിച്ചിട്ട് പിന്നെ കുറച്ച് സമയം തിളച്ച് കുറുകിയൊക്കെ വരുമ്പോഴാണല്ലോ നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ മാറുക. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു ഗ്രേവിയിൽ കിടന്ന് കോളിഫ്ലവർ നന്നായിട്ടൊന്ന് വെന്ത് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ വരണം കേട്ടോ. പക്ഷേ വെന്ത് അങ്ങോട്ട് കുഴഞ്ഞു പോകേണ്ട ആവശ്യമൊന്നുമില്ല, ഉടഞ്ഞു പോകണ്ട, ആ ഒരു രീതിയിൽ തന്നെ വെന്ത് വരണം. അപ്പോൾ അതെ, ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുക. അതിനു മുമ്പായിട്ട് ഞാൻ ഇതിലേക്ക് ഗരം മസാലയും കൂടെ ചേർക്കുന്നുണ്ട്. ഒരു 1.5 ടീസ്പൂൺ അളവിൽ ഹോം മെയ്ഡ് ഗരം മസാലയാണ് ചേർക്കണത് കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം നമുക്ക്.
ഗരം മസാലയും ഒക്കെ ആ ഒരു പെർഫെക്റ്റ് അളവിൽ തന്നെ ചേരുമ്പോഴാണല്ലോ നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ മാറുക. ഇനി ഇതിലേക്ക് നമുക്ക് പച്ചമുളക്, കറിവേപ്പില അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചേർക്കാം. ഇതുവരെ നമ്മൾ പച്ചമുളകൊന്നും ചേർത്തിട്ടില്ലല്ലോ. അപ്പോൾ ഞാനൊരു 4 പച്ചമുളക് ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് ചതച്ചിട്ട് വേണമെങ്കിൽ ചേർക്കാം, അല്ലെങ്കിൽ കട്ട് ചെയ്തിട്ടൊക്കെ ചേർക്കാവുന്നതുള്ളൂ കേട്ടോ. എരിവിനനുസരിച്ച് കൂടുതൽ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഒരു ഫ്ലേവറിനൊക്കെ വേണ്ടിയിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇത് എല്ലാം കൂടെ നന്നായിട്ട് ഒന്നും കൂടി നമുക്ക് മിക്സ് ചെയ്യാം. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് വഴറ്റുന്ന സമയത്താണെന്നുണ്ടെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതുള്ളൂ കേട്ടോ. ഇതാണെന്നുണ്ടെങ്കിൽ ഇപ്പോഴും കുറച്ച് തിക്കായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ടൊന്ന് ആ ഒരു ഗ്രേവിയുടെ കൺസിസ്റ്റൻസി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അതിനുശേഷം നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി അടച്ച് വെച്ച് നമുക്കിത് കുക്ക് ചെയ്യാം കേട്ടോ. ഇപ്പോൾ എല്ലാം കറക്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ടോ. പിന്നെ നമുക്ക് ഏതെങ്കിലും സമയത്ത് ഉപ്പോ അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ കുറവാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതിയാവും. അടച്ച് വെച്ചതിന് ശേഷം നമുക്ക് കുറഞ്ഞ തീയിൽ വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. നന്നായിട്ട് തന്നെ വെന്ത് റെഡിയായിട്ട് എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വരട്ടെ കേട്ടോ. നമുക്ക് തുറന്ന് നോക്കാം. ഇപ്പോൾ കണ്ടോ, നമ്മുടെ ഈ ഒരു കോളിഫ്ലവർ കുറുമ റെഡിയായിട്ട് തന്നെ മാറിയിട്ടുണ്ട്. കോളിഫ്ലവറൊക്കെ നന്നായിട്ട് വെന്ത് ചാറൊക്കെ നന്നായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. ചോറിൻ്റെ കൂടെയാണെന്നുണ്ടെങ്കിലും നല്ല കറി തന്നെയാണിത്. കണ്ടില്ലേ, ആവശ്യത്തിനുള്ള ഒരു ഗ്രേവി തന്നെയുള്ളൂ ഇതിൽ. ഇനി നമുക്കിതിലേക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് മല്ലിയില അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. മല്ലിയില മാത്രമേ പിന്നെ ഇതിലേക്ക് ചേർക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പോഴാണ് ആ ഒരു നല്ലൊരു ഫ്ലേവർ വരിക. മല്ലിയില നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ മല്ലിയില നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല. മല്ലിയില ചേർത്തതിന് ശേഷം നമുക്കൊന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ടേസ്റ്റി ആയിട്ടുള്ള കോളിഫ്ലവർ കുറുമ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ ഈ ഒരു രീതിയിൽ കോളിഫ്ലവർ കുറുമ തയ്യാറാക്കി നോക്കിയിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. നമുക്കിപ്പോൾ ഡിന്നറിൻ്റെ കൂടെയോ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെയോ എന്ത് കോമ്പിനേഷൻസിൻ്റെ കൂടെ വേണമെന്നുണ്ടെങ്കിലും നന്നായിട്ട് പോകുന്നൊരു ഐറ്റം തന്നെയായിരിക്കും കേട്ടോ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക കേട്ടോ. നിങ്ങളുടെ അഭിപ്രായങ്ങളാണ് വീണ്ടും വീണ്ടും വീഡിയോസ് ചെയ്യാനുള്ള എൻ്റെ ഒരു ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും അഭിപ്രായങ്ങൾ പറയാം കേട്ടോ. അപ്പോൾ ഇതിൽ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ.